السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم صل على محمد يا ربي صل عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلت خيلتي أدركني يا رسول الله. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 3-ാം ദിവസത്തിലാണ് ഞാൻ നിലകൊള്ളുന്നത്. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഫളായിലുകൾ ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുഹറം മാസത്തിൽ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള അല്ലാഹുവിൻ്റെ മാസമാണ്. ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകളും ദിക്റുകളും സലാത്തുകളുമായി കൊണ്ടാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന അമലുകളും ദിക്റുകളൊക്കെ അവന് സ്വാലിഹത്തായ ഒരു അമലാക്കി തീർക്കുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കുമാറാവട്ടെ. റബ്ബനാ അസ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മഖാമ. മുഹറം 1 മുതൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. വളരെ പ്രതിഫലമുള്ള ഒരു പ്രാർത്ഥനയാണ്, ദുആയാണ്. റബ്ബനാ അസ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമൻ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മഖാമ. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ചൊല്ലുന്നവരിലും അതിൻ്റെയൊക്കെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഇന്ന് കുറച്ച് 2-3 ദിക്ർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു അതൊക്കെ ചേർക്കുമാറാവട്ടെ. മുത്തു മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കണമെന്ന്
സ്നേഹത്തോടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും അമർത്തുക, എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങളിലേക്കും എത്തുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങൾ കൂട്ടുകാരിലേക്കും കുടുംബങ്ങളിലേക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചെറിയ ഒരു പ്രവൃത്തി കൊണ്ട് ഒരുപാട് വലിയ നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിയും. അവരൊക്കെ ചൊല്ലുന്നതിലൂടെ ഒരു പ്രതിഫലം നിങ്ങൾക്കും കിട്ടും. അതുപോലെ എനിക്കും അതിൽ ഒരു പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒക്കെ ചെയ്തു വെക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരു വിരൽ കൊണ്ട് ചെയ്യാവുന്ന ഒരു ചെറിയ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുപാട് ആളുകൾ തെറ്റിലേക്ക് പോകുമ്പോൾ ഒരാളെ നമുക്ക് നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഒരുപാട് നിഅമത്തുകളാണ് നമുക്കുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ്, ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. എല്ലാവരുടെ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്തെല്ലാം പ്രയാസങ്ങളാണോ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണോ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളത്, എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്ത് സലാമത്ത് നൽകട്ടെ. ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ആഫത്തുകളെ തൊട്ട് കാവൽ ലഭിക്കാൻ ചൊല്ലാൻ ഉള്ള ദിക്റാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത, സഹാബത്തിന് പറഞ്ഞു കൊടുത്ത ദിക്റുകളാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഈ ലോകത്തിന് തന്നെ അനുഗ്രഹമായിട്ട് പിറന്നവരാണ്. ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണദൂതനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹാബ, ആർക്കെങ്കിലും ഒരു ആഫത്തുകളെ തൊട്ട്, ബുദ്ധിമുട്ടുകളെ തൊട്ട്, പ്രയാസങ്ങളെ തൊട്ട് കാവൽ ലഭിക്കാൻ ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ബിസ്മില്ലാഹി അലാ നഫ്സി വ അഹ്ലി വ മാലി ഫഇന്നഹു ലാ യദ്ഹബു ലക ശൈഉൻ. ബിസ്മില്ലാഹി അലാ നഫ്സി വ അഹ്ലി വ മാലി ഫഇന്നഹു ലാ യദ്ഹബു ലക ശൈഉൻ. നമ്മളുടെ നഫ്സ്, അഹ്ലുകാര് മുതൽ അതിനെ തൊട്ടൊക്കെ കാവൽ ലഭിക്കും ഈ ദിക്ർ നമ്മൾ ദിവസവും ചൊല്ലുക. അതുപോലെ പ്രഭാതത്തിലുള്ള ഒരു ദുആ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയതാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയതാണ്. സഹാബത്തിനോട് ചൊല്ലാൻ പറഞ്ഞതാണ്. സഹാബത്ത് ചൊല്ലിയതാണ്, നമ്മളോടും ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ
اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا. ഈ ദിക്ർ എന്താണ്? രാവിലെ പ്രഭാതത്തിൽ നമ്മൾ ചൊല്ലിയാൽ നമുക്കുണ്ടാകുന്ന അറിവുകൾ ലഭിക്കും, റിസ്ക് കിട്ടും, റിസ്ക് വിശാലമാകും. നാഫിയ ഇൽമിനെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ വേറെ ഒരു ദിക്ർ ഉണ്ട്. പ്രഭാതത്തിലും പ്രദോഷത്തിലും, അതായത് രാവിലെയും വൈകുന്നേരവും 7 തവണ വല്ലവനും ചൊല്ലിയാൽ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവന് പല മഹത്വവും നൽകുന്നുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. രാവിലെയും വൈകുന്നേരവും ആരെങ്കിലും ഈ ദിക്ർ ചൊല്ലിയാൽ ദുനിയാവിലും ആഖിറത്തിലും അവന് പല മഹത്വങ്ങളും ലഭിക്കുമെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലണേ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അദീം എന്നാണ് ആ ദിക്ർ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ ദിക്ർ എന്താണ്? നമ്മൾ ജീവിതത്തിൽ 7 തവണ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർക്കുമാറാവട്ടെ. മുത്തുമോമിനീങ്ങളെ, ജീവിതത്തിൽ ഒരു പരാജയം എല്ലാവർക്കും ഉണ്ടാകും. പരാജയപ്പെട്ട് ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തവർ, കച്ചവടം ചെയ്തവർ, പല നിലക്കും തകർന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ജീവിതത്തിൽ ഒരു പരാജയം സംഭവിക്കുമ്പോൾ നിങ്ങൾ സ്വയം കാരണങ്ങൾ കണ്ടെത്താതിരിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു മുസീബത്തോ പ്രയാസങ്ങൾ, ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചാൽ കാരണങ്ങൾ കണ്ടെത്താതിരിക്കുക, സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക, സ്വയം കുറവുകൾ പറയാതിരിക്കുക, സ്വയം ശപിക്കാതിരിക്കുക. നിങ്ങൾ ആത്മാർത്ഥമായാണ് ശ്രമിച്ചത് എങ്കിൽ ബാക്കി അല്ലാഹുവിന് വിട്ടുകൊടുക്കുക. അവനെല്ലാം കണ്ടിട്ടുണ്ടല്ലോ, അവൻ എല്ലാം കരുതി സമാധാനിക്കുക. അവൻ എല്ലാം കണ്ടിട്ടുണ്ട് എന്ന് കരുതി എന്താണ്? സമാധാനിക്കുക. ബാക്കി അല്ലാഹു കൈകാര്യം ചെയ്യുന്നതാണ്. അവനിൽ വിശ്വസിക്കുക. ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, വരാനിരിക്കുന്ന ദിവസങ്ങൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസങ്ങളാക്കണമേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളും ദിനരാത്രങ്ങളും ഞങ്ങൾക്ക് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസങ്ങളാക്കണേ അല്ലാഹ്. അതുപോലെ 1-2 ആൾക്കാർ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിരുന്നു. കച്ചവടക്കാരാണ്, കച്ചവടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ചെറിയ സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് നിങ്ങളത് ഓതുക. കടയിലിരുന്ന് ഈ സൂറത്ത് ഓതണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ കച്ചവടം ചെയ്യുന്നവരാണ് എങ്കിൽ, കച്ചവടം ചെയ്യുന്ന ആളുകൾ
ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ രാവിലെ കട തുറക്കാൻ പോകുന്ന സാഹചര്യത്തിൽ കടൻ്റെ ഷട്ടർ തുറന്നാൽ നിങ്ങളുടെ ഇരിക്കുന്ന സ്ഥലത്ത് കാഷ്യറിൻ്റെ അവിടെ ഇരുന്നിട്ട് വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്നുള്ള സൂറത്ത് 7 വട്ടം ദിവസവും പാരായണം ചെയ്യുക, ഓതുക. വല്ളുഹാ വല്ലൈലി ഇദാ സജാ എന്ന് പറഞ്ഞ ചെറിയ സൂറത്താണ്. 7 വട്ടം കട തുറന്ന ഉടനെ നിങ്ങൾ ഇരിക്കുന്ന കാഷ്യറിൻ്റെ അവിടെ ഇരുന്നിട്ട് ഈ സൂറത്ത് ദിവസവും 7 വട്ടം ഓതുക. പിന്നെ അതുപോലെ നിങ്ങൾക്കറിയാവുന്ന ഒരു സ്വലാത്ത് 11 പ്രാവശ്യം അല്ലെങ്കിൽ 21 പ്രാവശ്യം ഒക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു കരകയറ്റി തരുമാറാവട്ടെ. കടങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം നൽകട്ടെ. റഹമുർ-റഹീമീനായ രാജാതിരാജനായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞാൻ പറഞ്ഞതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തതുമായിരിക്കുന്ന ദിക്റുകൾ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹമുർ-റഹീമീനായ തമ്പുരാനെ, അതൊക്കെ ചെയ്യുന്നവർക്ക് ഖൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നീ നൽകണേ അല്ലാഹ്. റഹമുർ-റഹീമീനായ തമ്പുരാനെ, കച്ചവടമില്ലാത്ത കച്ചവടക്കാരുടെ കടയിൽ വല്ളുഹാ സൂറത്ത് ഓതുമ്പോൾ അതിനുള്ള പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. റഹമുർ-റഹീമീനായ തമ്പുരാനെ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പുറത്തു പറയാൻ മടിക്കുന്ന രോഗങ്ങൾ, വിഷമങ്ങൾ, ടെൻഷനുകൾ റഹ്മാനായ റബ്ബേ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. റഹമുർ-റഹീമീനായ റബ്ബേ, മാരകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, വിവാഹപ്രായമെത്തിയ യുവതികളുണ്ട്, യുവാക്കന്മാരുണ്ട്, അനുയോജ്യമായ ഇണകളെ നീ കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരിമാരുണ്ട് റബ്ബേ, അവർക്ക് സ്വാലിഹത്തായ സന്താനങ്ങളെ നീ കൊടുക്കണേ അല്ലാഹ്. റഹമുർ-റഹീമീനായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, ഭാര്യമാർ, മക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, കൂട്ടുകുടുംബാദികളൊക്കെ ഉണ്ട്, അയൽവാസികളുണ്ട്, മഹല്ലത്തുകാരുണ്ട്. റഹ്മാനായ റബ്ബേ, അവിടെ ഖബറൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഖബറിൽ അദാബിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഖബറിൽ സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ പാനീയവും സ്വർഗീയ വിരിപ്പും നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവ്വലീങ്ങളെ കൂട്ടത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി നീ മരിപ്പിക്കണേ അല്ലാഹ്. റഹമുർ-റഹീമീനായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, കടങ്ങൾ ഉള്ളവരുണ്ട് റബ്ബേ, അവരുടെ കടങ്ങളൊക്കെ വീട്ടി നല്ല നിലക്ക് ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. റഹമുർ-റഹീമീനായ തമ്പുരാനെ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള സൗന്ദര്യ പിണക്കങ്ങൾ റബ്ബേ നീ തീർത്ത് സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. മരണം വരെ സ്നേഹത്തോടും സന്തോഷത്തോടും കഴിയുവാൻ അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് മദീന മുനവ്വറയിലൊന്ന് ചെന്നെത്താനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. ഹജ്ജും ഉംറയും ചെയ്യുവാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും എൻ്റെ കുടുംബത്തിനും നിങ്ങളുടെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് സ്നേഹത്തോടെ
ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് നാളെ വെള്ളിയാഴ്ച രാവാണ്. സ്വലാത്തുകൾ ചൊല്ലും. സ്വലാത്ത് മജ്ലിസിൽ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും അല്ലാഹു നമുക്ക് നല്ല മനസ്സ് നൽകട്ടെ. ഇനിയുള്ള കാലം നല്ല നിലക്ക് ജീവിച്ച് തീർക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാം.